ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ വെൽവിഷർ ആയിട്ടുള്ള ഒരു ചേച്ചി എനിക്കൊരു വീഡിയോയുടെ ലിങ്ക് വാട്സപ്പിൽ അയച്ചു തന്നു. ആ ലിങ്ക് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ സന്ദീപ് എടപ്പാൾ എന്ന് പറയുന്ന യൂട്യൂബറുടെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഷോക്കായിപ്പോയി. അതിനകത്ത് റൂഹി ജാൻ എന്ന് പറയുന്ന ഒരു മേഡം ഗൾഫ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്വർണ്ണക്കടത്ത് മാഫിയയെക്കുറിച്ച് കുറേയധികം തുറന്നു പറച്ചിലുകൾ നടത്തുന്നു. അതുകൂടാതെ ആ ഒരു സ്വർണ്ണക്കടത്ത് മാഫിയയുമായിട്ട് ബന്ധമുള്ള കേരളത്തിലെ കുറേയധികം സെലിബ്രിറ്റീസിന്റെ പേരും വെളിപ്പെടുത്തുന്നു. അതിനകത്ത് സജനാനൂറിന്റെ പേരുണ്ട്, അതേപോലെ തന്നെ രേണുസുതിയുടെ പേരുണ്ട്. ഈ രണ്ടുപേരെ കുറിച്ചും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഈ സ്വർണ്ണക്കടത്ത് മാഫിയയുമായിട്ട് ബന്ധമുള്ള രണ്ട് താരങ്ങളാണ് ഇവരെന്നുള്ള ആരോപണങ്ങൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഞാനത് നല്ലൊരു കണ്ടന്റ് ആണല്ലോ, നമ്മുടെ മറ്റേ ചാനലിനകത്ത് റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യാമല്ലോ എന്ന് കരുതി ഈ ഒരു വീഡിയോയുടെ ജെനുവിൻ സോഴ്സ് അന്വേഷിച്ചുകൊണ്ട് ഇറങ്ങി. ആദ്യം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്തു, കിട്ടിയില്ല. ഫേസ്ബുക്കിൽ ചെക്ക് ചെയ്തു, അന്നേരം സന്ദീപിന്റെ വീഡിയോ ആണ് എൻ്റെ മുന്നിലേക്ക് വന്നത്. നമുക്കത് കിട്ടിയിട്ട് കാര്യമില്ല. ഞാൻ പിന്നെ യൂട്യൂബിൽ തന്നെ അത് തപ്പി. അങ്ങനെ തപ്പി വന്നപ്പോഴത്തേക്കാണ് എൻ്റെ മുന്നിലേക്ക് ഒരു വീഡിയോ തെളിഞ്ഞു വന്നത്. അത് റിഫയുടെ മരണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോയുടെ ലിങ്കാണ്. ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ അന്വേഷിച്ച വീഡിയോ തന്നെയാണ് ഇത്. കയ്യോടെ ഞാൻ അത് ഡൗൺലോഡ് ചെയ്തെടുത്തു. ഭാഗ്യം നമുക്ക് ഡൗൺലോഡ് ചെയ്താലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു അത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അതിനുശേഷം ഞാൻ യൂട്യൂബിൽ ആ വീഡിയോ ആ ചാനലിൽ തന്നെ കണ്ടു. അങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഷോക്കായിപ്പോയി. അതായത് റിഫ എന്ന് പറയുന്ന പെൺകുട്ടി അവരുടെ മരണശേഷം ഈ പറയുന്ന റൂഹി ജാൻ എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് കോണ്ടാക്റ്റിലാവുന്നു. താൻ എങ്ങനെയാണ് മരിച്ചത് അതിനെക്കുറിച്ച് റൂഹിയോട് പറയുന്നു. അവര് അത് വന്ന് സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറയുന്നു. അതായത് റിഫ എന്ന് പറയുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തതല്ല, മറിച്ച് അവരെ സ്വർണ്ണക്കടത്ത് മാഫിയയുമായിട്ട് ബന്ധമുള്ള ആളുകൾ കൊലപ്പെടുത്തിയതാണ്. അതിനുശേഷം അവരുടെ ബോഡി നാട്ടിലേക്ക് കയറ്റി അയക്കുന്ന സമയത്ത് ആ ബോഡിക്കൊപ്പം തന്നെ സ്വർണം കടത്തി എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് ഈ മേഡം ഉന്നയിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഷോക്കായി പോയി. കാരണം ഈ 2026 ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് പിന്നീട് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ പാരാനോർമൽ ആക്ടിവിറ്റീസ് അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. നമ്മുടെ മനസ്സിന്റെ ഒരു ചാഞ്ചാട്ടം കൊണ്ട് എപ്പോൾ വേണമെങ്കിലും, അതായത് മാനസിക രോഗമെന്നല്ല ഞാൻ പറഞ്ഞത്, ചിലരുടെ IQ ആ ലെവൽ, അതിന്റെ ഒരു ലെവലിനെ അടിസ്ഥാനപ്പെടുത്തി ചിലർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സൂട്ടബിൾ ആണ് എന്ന് തിരിച്ചറിയുമ്പോൾ ചില പവറുകൾ നമ്മളെ സമീപിക്കുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു കഴിവ് ഈ മേഡത്തിന് ഉണ്ടായിരിക്കാം. എന്തായാലും അതൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സബ്ജക്റ്റ് ചെയ്യാമെന്ന് കരുതി. അതിനുശേഷം ഞാൻ ആ വീഡിയോ എനിക്ക് ആവശ്യമുള്ള പോർഷൻസ് എല്ലാം കട്ട് ചെയ്തു. അതിനുശേഷമാണ് എന്നെ ഒരു വലിയ ടെൻഷൻ ബാധിച്ചത്. ഇതെങ്ങനെ ചെയ്യും? കാരണം മറ്റൊന്നുമല്ല, ഈ മേഡം കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. റിഫയുടെ ആത്മാവ് തന്നോട് വന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മേഡം കുറേയധികം വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട്. പക്ഷേ സോളിഡ് ആയിട്ടുള്ള ഒരു പ്രൂഫും ഈ മേഡം കാണിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ ഈ വീഡിയോ കാണിച്ചു. അമ്മ എന്നോട് പറഞ്ഞ്, നിനക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യുക, ചെയ്തിട്ട് നീ പറയണം ഈ ഒരു കാര്യം ഈ മേഡം ഇങ്ങനെയാണ് പറയുന്നത്, നീ അവര് ഇവര് എന്നൊന്നും വിളിക്കരുത്, മേഡം എന്ന് തന്നെ സംബോധന ചെയ്ത് പറയണം. ഈ മേഡം പറഞ്ഞ കാര്യങ്ങളാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം എന്ന് നീ നിന്റെ വീഡിയോയ്ക്ക് അത് പറഞ്ഞുകൊണ്ട് മാത്രമേ ഈ ഒരു വിഷയം ചെയ്യുകയാണെങ്കിൽ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള യൂട്യൂബർ എന്നെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഞാൻ ഈ സംഭവം പറഞ്ഞപ്പം ആ ചേച്ചി എന്നോട് പറഞ്ഞത്, എടാ നീ ഇത് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ചെയ്യുമ്പോഴത്തേക്ക് നീ ഇതിനകത്ത് ഒരു വ്യക്തമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ നൽകണം. അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോയ്ക്ക് അത് പലയിടത്തായിട്ടും പറഞ്ഞത്, ഞാൻ ഈ ഒരു റൂഹി ജാൻ എന്ന് പറയുന്ന മേഡത്തിന്റെ ആ വീഡിയോ കണ്ടിരുന്നത് ഏതോ ഒരു ഹൊറർ സിനിമ, പ്രത്യേകിച്ച് നമ്മുടെ പ്രേതം 1, 2 അത് കാണുന്ന ഒരു ഫീലിലായിരുന്നു. കാരണം മറ്റൊന്നല്ല, പ്രേതം 1, 2 നമുക്കറിയാം, ഒരു ആത്മാവ് ഒരു വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അയാൾ എങ്ങനെയാണ് മരിച്ചത് അല്ലെങ്കിൽ അയാളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്ന ഒരു തീമിലാണ് പ്രേതം 1, 2 ഇറക്കിയിരിക്കുന്നത്. അതേപോലെ ഒരു സ്റ്റോറി ആയിട്ടാണ് എനിക്കത് തോന്നിയത്. പിന്നെ ഇതിനകത്ത് രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് കുറേയധികം അലിഗേഷൻസ് പറയുന്നുണ്ട്. രേണുസുതിക്ക് ഈ റിഫയെ കൊലപ്പെടുത്തിയ സ്വർണ്ണക്കടത്ത് മാഫിയയുമായിട്ട് ബന്ധമുണ്ടെന്നാണ് ഈ മേഡം പറയുന്നത്. രേണുസുതിക്കെതിരെ ഇതിനു മുൻപ് ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അന്നൊന്നും തന്നെ അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ലായിരുന്നു. കുറേയധികം വിഷയങ്ങൾ വന്നു, അതെല്ലാം തന്നെത്താനെ കെട്ടടങ്ങി. പലരും ആരോപണം ഉന്നയിച്ചു, അതെല്ലാം പിന്നീട് കെട്ടടക്കി. അതെന്താണ് എന്നെനിക്കറിയില്ല. ഒരുപക്ഷെ കേസും മറ്റു കാര്യങ്ങളും ഭയന്നിട്ടാവാം, അല്ലെങ്കിൽ രേണുസുതിക്ക് ഇത്തരത്തിലൊരു മാഫിയുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ച ആളെ ആ ഒരു മാഫിയ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം.
എക്സ് ഓർ വൈ നമുക്കറിയില്ല. പക്ഷേ ഇന്ന് രേണുസുതി എന്ന് പറയുന്ന വ്യക്തി ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണ്. അവരിപ്പോൾ നിലവിൽ ICUവിലാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വീണ്ടും അവരെ ഈ സോഷ്യൽ മീഡിയയിലോട്ട് വലിച്ചിഴക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിൽ പറഞ്ഞാൽ അതിന് കാരണക്കാരി രേണു കൂടിയാണ്. മറ്റൊന്നുമല്ല, അവർക്കെതിരെ വരുന്ന പല അലിഗേഷനിലും അവര് മറുപടികൾ പറയാറില്ല. നിങ്ങൾ എന്ത് വേണേ പറഞ്ഞോ എന്നൊരു നിലപാടാണ് രേണു ഈ കാലം അത്രയും സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇതും വേണമെങ്കിൽ ഒരു അലിഗേഷൻ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഈ മേഡത്തിന്റെ സോളിഡ് പ്രൂഫ് ഉണ്ടായിരിക്കാം. എന്നാലും രേണു ഇതിനകത്ത് ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താതെ നമുക്ക് എന്താണ് യാഥാർത്ഥ്യമെന്ന് അറിയാൻ പറ്റില്ല. പലരും വന്ന് ഒരു ആരോപണം ഉന്നയിക്കുന്നു, അതേപോലെ ഒരു ആരോപണം മാത്രമായിരിക്കും ഈ മേഡം ഉന്നയിച്ചിരിക്കുന്നത്. ഈ മേഡം പറയുന്നത് റിഫയുടെ ആത്മാവ് ഈ മേഡത്തിനോട് പറഞ്ഞു എന്നാണ്, ഇവർക്ക് ഈ ഒരു സംഘമായിട്ട് കോണ്ടാക്ട് ഉണ്ടെന്ന്. ഐ ഡോണ്ട് നോ, വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം. എന്തായാലും എനിക്ക് രേണുസുതിയോട് പറയാനുള്ളത്, നിങ്ങൾ ഇനിയെങ്കിലും മൗനം പാലിക്കരുത്. ഈ മൗനം വെടിഞ്ഞ് നിങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ തുറന്നു പറയണം. കാരണം നിങ്ങൾ ഇപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണ്. നിങ്ങളെ വീണ്ടും വീണ്ടും ആളുകൾ കൊത്തു മരിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ സങ്കടം തോന്നുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് തുറന്നു പറയുക. നിങ്ങൾക്ക് ആ ഒരു മാഫിയയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറയുക. നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാണ്ട് ഈ നാട്ടിലെ ജനങ്ങളുണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇൻ കേസ് ആ ഒരു മാഫിയയുമായിട്ട് കോണ്ടാക്ട് ഇല്ലെങ്കിൽ നിങ്ങൾ നിയമ നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ നാളെയും ഇങ്ങനെയുള്ള അലിഗേഷൻസ് വരും. ഇപ്പോൾ തന്നെ നിങ്ങൾ 1ാം ഘട്ട കീമോ കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ തീർത്തും അവശയാണ്. നിങ്ങൾ ഇനി ഭാവിയിലുള്ള കീമോയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് തീർത്തും അവശയായിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള അലിഗേഷൻസ് നിങ്ങൾക്കെതിരെ വരുമ്പോൾ, അത് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനുണ്ടാകുന്ന വിഷമം അത് എത്രത്തോളം വലുതാണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്, ദയവ് ചെയ്ത് നിങ്ങൾ ഇതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ ഈ സമൂഹത്തിന് നൽകാനായിട്ട് തയ്യാറാവണം. ഫസ്റ്റ് ടൈം ഞാനൊരു പാരാനോർമൽ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറി എൻ്റെ ചാനലിനകത്ത് ചെയ്തു. ഇതിനു മുൻപ് പല യൂട്യൂബ് ചാനലുകളിലും ഇത്തരത്തിലുള്ള പാരാനോർമൽ ആക്ടിവിറ്റി നടന്നതിനെക്കുറിച്ചുള്ള സ്റ്റോറീസ് അവർ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ടൈം ഞാൻ എൻ്റെ ചാനലിൽ അങ്ങനെ ഒരു സബ്ജക്റ്റ് ചെയ്തു. എനിക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. എന്നാലും നമ്മുടെ ചാനലിനകത്ത് ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊന്ന് പോയി കാണുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ നിന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ ആ ഒരു ചാനലിനകത്ത് ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോയുടെ ബിഹൈൻഡ് സ്റ്റോറീസ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അതുകൂടാതെ എൻ്റെ യാത്രകൾ, അങ്ങനെയുള്ള ചെറിയ ചെറിയ മെമ്മറീസ് എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. എൻ്റെ വണ്ടർഫുൾ മൊമെൻറ്റ്സ് എല്ലാം കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റേ ചാനലിനെക്കാണ്ടി ഒരു ഈസി വോക്കാണിത്. കാരണം മറ്റൊന്നുമല്ല, ഇതിനകത്ത് എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്താൽ മതി. അതായത് ഒരു തമ്പലയും ക്രിയേറ്റ് ചെയ്താൽ മതി. ഈ വീഡിയോ അപ്പാടെ അങ്ങോട്ട് എനിക്ക് എടുത്തിടാം. വേറെ മെനക്കെട്ട പണിയൊന്നുമില്ല. മറ്റേ വീഡിയോ ആകുമ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യണം, തെറ്റുണ്ട് തിരുത്തണം, തമ്പലയും ക്രിയേറ്റ് ചെയ്യണം, അങ്ങനെ കുറേ അധികം പണികളുണ്ട്. ഇതിനകത്ത് അത്രയും പണിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പത്തിൽ ഞാൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് ഇതിനകത്തായിരിക്കും. ഷൂട്ട് ചെയ്യുമ്പോൾ കുറേ അധികം തെറ്റുകൾ വരും, ബ്ലൂപ്പറുകൾ കൊണ്ട് തന്നെ നിറയും. അങ്ങനെ ബ്ലൂപ്പറുകൾ വരുമ്പോഴത്തേക്ക് ഈ ഒരു വീഡിയോ ചിലപ്പോൾ 10ാമത്തെ വീഡിയോ ആയിരിക്കും ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അതായിരിക്കും ഞാൻ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത്. എന്നാലും ഇതിനകത്തൊക്കെ തെറ്റ് വരും. എല്ലാവരും ക്ഷമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.